വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന എപ്പിഡമോളജിയാണ്. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളിതൊരു സ്റ്റഡിയാണ്. അതായത് ഒരാളുടെ ഹെൽത്ത് സ്റ്റേറ്റസ് എങ്ങനെ, അത് ഒരാളുടെ എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷൻ ആണ് കേട്ടോ. അത് ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ ആകാം, ഇല്ലെങ്കിൽ ഈവൻ അക്രോസ് ദ കൺട്രി പോലും ആകാം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോവിഡ് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എപ്പിഡമോളജി സ്റ്റഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അത് പോപ്പുലേഷൻ്റെ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ എപ്പിഡമോളജി സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് എപ്പിഡമോളജി സ്റ്റഡിയുടെ കമ്പോണന്റ്? ഒന്ന് ഡിസീസ് ഫ്രീക്വൻസി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ്, ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ്. അതായത് എത്രത്തോളം അസുഖം പടർന്നിട്ടുണ്ട്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എവിടെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, ആരെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഓഫ് എപ്പിഡമോളജി സ്റ്റഡി എന്ന് വെച്ചാൽ അവിടെ മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഡിസേബിലിറ്റി, ജനനനിരക്ക്, മരണനിരക്ക്, പിന്നെ വികലാംഗരുടെ നിരക്ക്, അല്ലെങ്കിൽ നെറ്റാലിറ്റി, ഡെമോഗ്രാഫിക് വേരിയബിലിറ്റി, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉണ്ടോ, ഫാക്ടേഴ്സ് ഉണ്ടോ, ഹെൽത്ത് കെയർ സിസ്റ്റം പ്രോപ്പർ ആണോ, ഏതൊരു അസുഖം വരുമ്പോഴും നമ്മൾ ആദ്യം നോക്കുക നമ്മുടെ ആശുപത്രികൾ അതിനു വേണ്ടി ഒക്യുപ്പൈഡ് ആണോ, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ നമുക്ക് അവർ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ സഫീഷ്യൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എനി പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ സർവൈവ് ചെയ്യും. ഇനി ടൂൾസ് ഓഫ് മെഷർമെന്റ് നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ നോക്കാം. സോ റേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു പോപ്പുലേഷനെ അത് എങ്ങനെ ബാധിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പം 4 എലമെന്റ്സ്, ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, ടൈം സ്പെസിഫിക്കേഷൻ, മൾട്ടിപ്ലൈസ് പോലുള്ള 4 എലമെന്റ്സ് ആണ്. അവിടെ തന്നെ ഫസ്റ്റ് പറഞ്ഞ ഡെത്ത് റേറ്റ് ആണ്. എത്രയാണ് മരണം ഉണ്ടായത്, ഒരു വർഷത്തിലുണ്ടായ മരണം ഡിവൈഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 100 നോക്കുവാണെങ്കിൽ, തെറ്റിപ്പോകരുത്, 100 നോക്കുവാണെങ്കിൽ ഡെത്ത് റേറ്റ് അറിയാം. ഇനി ക്രൂഡ് റേറ്റ്, അത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയും. സോ ആക്ച്വലി ഒബ്സർവ് ചെയ്യുന്ന ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ബർത്ത് റേറ്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലീവ് ബർത്ത് അറ്റ് പ്ലേസ് ഇൻ 1 ഇയർ ഡിവൈഡ് ബൈ ടോട്ടൽ മിഡ് ഇയർ പോപ്പുലേഷൻ ഓഫ് ദ സെയിം പ്ലേസ് ഇൻറ്റു 1000 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റഡ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് റേറ്റ് ആണ്. സോ ദീസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ഡിറക്റ്റ് ഓർ ഇൻഡിറക്ട് മെത്തേഡ് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ഓർ അഡ്ജസ്റ്റ്മെന്റ്. സോ നമുക്ക് ഒന്നെങ്കിൽ എന്താണ് ഇൻഡിറക്ട് മെത്തേഡോ അല്ലെങ്കിൽ ഡിറക്ട് മെത്തേഡോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ബേസിക്കലി സ്റ്റാൻഡേർഡൈസേഷനിലൂടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ആയിരിക്കും. സോ ഏജ് ആൻഡ് സെക്സ് സ്റ്റാൻഡേർഡൈസേഷൻ റേറ്റ്സ് എന്ന് പറയുന്ന പോലെ. റേഷ്യോ എങ്ങനെയാണ് നമ്മൾ പറയാറില്ലേ, 1:2 അല്ലെങ്കിൽ 2/2 എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുവാണ് അല്ലേ, അല്ലാതെ മൾട്ടിപ്ലൈയോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ടൈം സ്പെസിഫിക് ആയിട്ട് ഒന്നും പറയാറില്ല. നമ്മൾ എത്രയാണ് ഇത്ര വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയിൽ കുറവാണ് കൂടുതലാണെന്നാണ് പറയുന്നത് അല്ലേ. സോ എന്താണ് ന്യൂമറേറ്റർ നോർ ദ കമ്പൗണ്ട് ഓഫ് ഡിനോമിനേറ്റർ ആൻഡ് നോ മൾട്ടിപ്ലയർ ആൻഡ് നോ ടൈം സ്പെസിഫിക്കേഷൻ. മറന്നു പോകരുത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി പ്രൊപ്പോർഷൻ ആണ്. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഇറ്റ്സ് എ റേഷ്യോ ആണല്ലേ, ദാറ്റ് ഇൻഡിക്കേറ്റ് ദ റിലേഷൻ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പാർട്ട് ഓഫ് ദ ഹോൾ. എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറയുന്നതാണ്. The numerator always include in the denominator. Numerator എപ്പോഴും ഡിനോമിനേറ്ററിൽ ഉണ്ടായിരിക്കും. A proportion is usually expressed as a percentage. So നമ്മൾ എപ്പോഴും പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർസെൻറ്റേജിലൂടെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. The number of children with scabies at a certain time divided by total number of children in the area of the same time. അതേ സമയത്തും ഇതിന് മുന്നേയും എത്രത്തോളം സ്കാബീസ് ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ. ഇനി മെഷർ ഓഫ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി അറിയാമല്ലോ അല്ലേ. മോർട്ടാലിറ്റി ഡേറ്റ റിലേറ്റീവ്ലി ഈസി ടു ഒബ്റ്റെയിൻ, പെട്ടെന്ന് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ്, എല്ലാ കൺട്രിയിലും മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് നമ്മളെപ്പോഴും എടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഉടനെ മരിച്ച് ഒരു വിത്തിൻ കുറച്ച് നാൾക്ക് മുന്നേ തന്നെ എന്താണ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് ബാക്കിയൊന്നും തെളിയിക്കാനോ അല്ലെങ്കിൽ നോമിനേഷനോ ഒന്നിനും പോസിബിൾ അല്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും എടുത്ത് വെക്കാറുമുണ്ട്, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇന്റർനാഷണൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ദ ബേസിസ് ഓഫ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദ ഡെത്ത് സർട്ടിഫിക്കറ്റ്. സോ ആര് മരിച്ചാലും ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. അത് ഈ ഒരു കുഞ്ഞിന് സംഭവിച്ചാലും ഒരു വലിയൊരാൾക്ക് സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സോ ലിമിറ്റേഷൻ ഓഫ് മോർട്ടാലിറ്റി റേറ്റ്, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ലാക്ക് ഓഫ് ആക്യുറസി, പ്രോപ്പർ ആകണം എന്നില്ല, യൂണിഫോമിറ്റി, അല്ലെങ്കിൽ എന്താണ് കോഡിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഡിസീസ് വിത്ത് ലോ ഫാറ്റലിറ്റി. സോ ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം പ്രോപ്പറാണ് അല്ലെങ്കിൽ ആക്യുറസി ഒക്കെ ഉണ്ട് എന്ന് നമുക്കൊന്നും പറയാനായിട്ട് എപ്പോഴും പറ്റണമെന്നൊരു നിർബന്ധമല്ല. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്
എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ECC പോയിന്റ്സ് ആണ്. ഇനി ക്രൂഡ് ഡെത്ത് റേറ്റ്, സ്പെസിഫിക് ഡെത്ത് റേറ്റ്. ക്രൂഡ് ഡെത്ത് റേറ്റ് തന്നെ നമുക്ക് വീണ്ടും അതിൽ തന്നെ സ്പെസിഫിക് ഡെത്ത് റേറ്റ് പറയണം. സോ അവിടെ കേസ് സ്പെസിഫിക്കും ഡിസീസ് സ്പെസിഫിക്കും ഉണ്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് ചില അസുഖം മാത്രം ബാധിച്ച് മരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കോവിഡ് വന്ന് ബാധിച്ച് മരിച്ചില്ലേ, അതേപോലെ തന്നെ. സോ TB നമ്പർ ഓഫ് ഡെത്ത് ഫ്രം TB ഡ്യൂറിങ് എ ഇയർ ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ. നമ്മൾ TBനെ മാത്രം പറയുവാണ്, അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും പറഞ്ഞാൽ TBനെ മാത്രം പറയുവാണ്. അപ്പം ടൈം പീരീഡ് സ്പെസിഫിക് ആണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഇപ്പൊ ഏജ് സ്പെസിഫിക് ആവും, അതായത് കുഞ്ഞു കുട്ടികളുടെ മരണം, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർ. ഇപ്പം സെക്സ് സ്പെസിഫിക് ആണെങ്കിലോ ഇപ്പം ഗർഭിണി ആയിരിക്കുമ്പോൾ ഉള്ള മരണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി സർവൈവൽ റേറ്റ് എങ്ങനെ അറിയുന്നത്? സോ പ്രൊപ്പോർഷൻ ഓഫ് സർവൈവൽ ഇൻ എ ഗ്രൂപ്പ്. നമുക്ക് ഒരു വർഷത്തിൽ എത്ര പേര് സർവൈവ് ചെയ്തു, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻ അലൈവ് ആഫ്റ്റർ 5 years. ഇപ്പൊ എക്സാമ്പിൾ സർവൈവൽ റേറ്റ് പറയുമ്പോൾ നോർമൽ പോപ്പുലേഷൻ സർവൈവൽ റേറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ TB വന്ന ആൾക്കാർ, കോവിഡ് വന്ന ആൾക്കാർ, ക്യാൻസർ വന്ന ആൾക്കാരിൽ എത്ര പേര് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെയാണ് സർവൈവൽ റേറ്റ്. ഇനി പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ്, നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു പെർട്ടിക്കുലർ ഡിസീസ് ഇൻ ഇയർ. ഒരു അസുഖം കാരണം മാത്രം വന്നതാണ്, അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഓൾ കോസ് ഇൻ ദാറ്റ് ഇയർ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ TB കാരണം എത്ര പേര് മരിച്ചു എന്ന് പ്രൊപ്പോർഷണലി പറയാൻ പറഞ്ഞാൽ, സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ 5 പേരും TB വന്നൊരു ഒരാൾ, അപ്പോൾ 1:5 എന്ന് പറയുന്ന പോലെ. ഇങ്ങനെയല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. ഇനി മെഷർ ഓഫ് ഡിസീസ് ഫ്രീക്വൻസി. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡിസീസ് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റുക? സോ 2 type ഓഫ് മെഷർ ഓഫ് ഡിസീസ് ഫ്രീക്വൻസി. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻസിഡൻസ്, ഫ്രീക്വൻസി ഓഫ് ന്യൂ കേസ്, പുതിയ കേസ് ഉണ്ടായിട്ടുണ്ടോ. പ്രിവാലൻസ്, ഫ്രീക്വൻസി ഓഫ് എക്സിസ്റ്റിംഗ് കേസ്, നമുക്ക് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് കേസ്. ന്യൂ കേസ് ആർ കോൾഡ് ഇൻസിഡന്റ് കേസ്, എക്സിസ്റ്റിംഗ് കേസ് കോൾഡ് പ്രിവാലൻസ് കേസ്. അതായത് ഇത് നമുക്കൊരു എന്താണ്, ഒരു ബക്കറ്റ് പോലെ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ബക്കറ്റ് എന്ന് വെച്ചോളൂ, ഇതിനകത്ത് കുറച്ച് ഓൾറെഡി വെള്ളമുണ്ട്. അതെന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കേസാണ്, ദാറ്റ് ഈസ് കോൾഡ് പ്രിവാലൻസ്. സോ ഇതിലേക്ക് വേറെ ആഡ് ചെയ്യുവാണ്, വെള്ളം നമ്മൾ ആഡ് ചെയ്യുവാണ്, അതാണ് ഇൻസിഡന്റ് ഫ്രീ റേറ്റ് എന്ന് പറയാം. സോ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു പുതിയ കേസാണ്. അപ്പം ഫോർമുല ഉണ്ട്, നമ്പർ ഓഫ് കേസ് ഡ്യൂറിങ് എ ഗിവൺ ടൈം ഓഫ് പീരീഡ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ വിത്ത് റിസ്ക് ദാറ്റ് പീരീഡ് ഇൻറ്റു 100 ആണ്. അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇൻസിഡന്റ് റേറ്റ് ഒക്കെ നമ്മൾ per 1000 per ഇയറിലൊക്കെയാണ് പറയുക. ഇൻഡിക്കേറ്റ് റേറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് യൂണിറ്റ് ഓഫ് ടൈം. സോ യൂണിറ്റ് ഓഫ് ടൈം ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ സ്പെസിഫിക് ഇൻസിഡൻസ് റേറ്റ് ആണ്. സോ അറ്റാക്ക് റേറ്റ്, എത്രത്തോളമാണ് പോപ്പുലേഷൻ റിസ്ക് വന്നത് എന്നുള്ളതാണ്. ആൻഡ് അറ്റാക്ക് റേറ്റ് ഈസ് എൻ ഇൻസിഡന്റ് റേറ്റ് യൂസ്വലി വൺ പോപ്പുലേഷൻ ഈസ് എക്സ്പോസ് ടു റിസ്ക് ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഡ്യൂറിങ് ആൻ എപ്പിഡമിക്. ഒരു എപ്പിഡമിക് സമയത്ത് ആ ഒരു പോപ്പുലേഷൻ എത്ര പേരെ ബാധിച്ചു. നമ്പർ ഓഫ് ന്യൂ കേസ് ഓഫ് സ്പെസിഫിക് ഡിസീസ് ഡ്യൂറിങ് സ്പെസിഫിക് ടൈം പീരീഡ് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ റിസ്ക് ഡ്യൂറിങ് ദ സെയിം ഇന്റർവൽ ഇൻറ്റു 100. ഇതാണ് കണക്ക് പറയുന്നത്. ഇനി സെക്കൻഡറി അറ്റാക്ക്, ഈ സെയിം പോപ്പുലേഷൻ തന്നെ വീണ്ടും, അതായത് വിത്തിൻ ദ ഇൻക്യുബേഷൻ പീരീഡ്, ആ ഒരു ടൈമിൽ തന്നെ അടുത്ത് വന്നതാണ്. അവിടെ നമ്പർ ഓഫ് എക്സ്പോസ് കേസ് ഡ്യൂറിങ് ദ ഡിസീസ് വിത്ത് ദ റേഞ്ച് ഓഫ് ഇൻക്യുബേഷൻ പീരീഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പോസ്ഡ് കോൺടാക്ട് ആണ്. സോ യൂസ് ഓഫ് ഇൻസിഡന്റ് റേറ്റ് എന്തൊക്കെയാണ് യൂസ്? നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, റിസർച്ചിന് വേണ്ടി, ഷോർട്ട് ടേം പ്ലാനിങ്ങിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി പ്രീവാലൻസ് നമുക്കറിയാമല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു, എക്സിസ്റ്റിംഗ് കേസ് ഡിവൈഡ് ബൈ സ്റ്റഡി പോപ്പുലേഷൻ അറ്റ് ടൈം T. അവിടെ നമുക്ക് ടൈം അത്യാവശ്യമാണ്. സോ ഓൾഡ് പ്ലസ് ന്യൂ കേസ് ആണല്ലോ. ഇനി പോയിന്റ് പ്രീവാലൻസ് ഉണ്ട്, നമ്പർ ഓഫ് ഓൾ കേസസ് ഓഫ് ഡിസീസ് അറ്റ് 1 point in the time relation to definite population. സോ എന്താണ്, നമ്പർ ഓഫ് ഓൾഡ് കേസസ്, ഓൾഡും ന്യൂവും കേസും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എത്രയാണ് പോപ്പുലേഷനെ ബാധിച്ചത്, അതാണ്. സോ നമ്പർ ഓഫ് cured case of specific disease existing at a given point of time divided by estimate population the same point in time ആണ്. സോ ഇതിൻ്റെയൊക്കെ ഫോർമുല പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ പറ്റത്തില്ല. ഫോർമുല തന്നെയാണ് കേട്ടോ. സോ പീരിയഡ് പ്രിവാലൻസ് ആണ്. ഇവിടെ ഓൾഡും ന്യൂ കേസും ഒരു സ്പെസിഫിക് ഡിസീസിന് ഒരു ഗിവൺ ടൈം ഓഫ് പീരീഡ് ഓഫ് ഇന്റർവെല്ലിൽ എത്ര ബാധിച്ചു എന്നുള്ളതും ഡിവൈഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷനും ഇൻറ്റു 100 ആണ് പീരിയഡ് പ്രിവാലൻസ്. സോ പ്രീവാലൻസിൻ്റെ ഉപയോഗം എന്താണ്? എത്രത്തോളം ഒരു കമ്മ്യൂണിറ്റി ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര നമുക്ക് ആവശ്യമാണ്, ഹോസ്പിറ്റൽ ബെഡ്സ് എത്ര വേണം, ഹെൽത്ത് കെയർ എത്ര കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. എളുപ്പമാണ് കേട്ടോ, ഒന്നുമില്ല. ഇനി നമ്മൾ പറയുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻസിഡൻസ് ആൻഡ് പ്രീവാലൻസ്. സോ ഇൻസിഡൻറ്റും പ്രീവാലൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, പുതിയതും ഓൾഡ് കേസും. എന്നാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രയാണെന്നുള്ളത് അല്ലേ. ഇപ്പം എങ്ങനെ കോവിഡ് വന്നപ്പോൾ പുതിയ കോവിഡ് കേസുകൾ ഇത്ര, പഴയത് ഇത്ര, ടോട്ടൽ ഇത്ര നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ. സോ പ്രീവാലൻസ് ഈസ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് ഇൻറ്റു മീൻ ഡ്യൂറേഷൻ. ഇൻസിഡൻറ്റ് ആണെങ്കിലോ പ്രീവാലൻസ് ഡിവൈഡ് ബൈ ഡ്യൂറേഷൻ ആണ് നമ്മൾ നോക്കുക. ഇവിടെ രണ്ടിടത്തും എന്താണ്, ഒരിടത്ത് മീൻ ഡ്യൂറേഷൻ, ഒരിടത്ത് ഡ്യൂറേഷൻ. സോ പ്രീവാലൻസ് ഇൻസിഡൻറ്റ്, ഞാൻ എന്താ പറഞ്ഞത്, ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ന്യൂ കേസ് ആണ്, പുതിയ ഇൻസിഡൻറ്റ് നമ്മൾ പറയില്ലേ, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് പുതിയതുണ്ടായി എന്ന് പറയുന്ന പോലെ. സോ ഇനി ഞാൻ പറഞ്ഞല്ലോ, പ്രീവാലൻസ് എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ,
പ്രീവാലൻസ് എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പം എത്ര ഇൻസിഡന്റ് ഉണ്ടായി ഇൻറ്റു മീൻ ഡ്യൂറേഷൻ. ഇൻസിഡന്റ് ആണെങ്കിലോ പ്രീവാലൻസ് ഡിവൈഡ് ബൈ ഡ്യൂറേഷൻ ആണ്, പുതിയ ഇൻസിഡന്റ് ആണ് കേട്ടോ. സോ എപ്പിഡമോളജിക്കൽ ബാത്ത് ട്യൂബ്. സോ ഇവിടെയാണ് ഞാൻ ബാത്ത് ട്യൂബിന്റെ, ഞാനൊരു ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഇവിടെ ബാത്ത് ട്യൂബ് പോലെയാണ് നമ്മൾ പറയുന്നത്. സോ ഒരു ബാത്ത് ട്യൂബ് വരയ്ക്കുക, താഴെ നമുക്ക് കൂടെ വെള്ളം പോവാറുണ്ട്, മേലെ കൂടെ വെള്ളം ഒഴിക്കാറുണ്ട് അല്ലേ. So the flow of water through a faucet into the bath tube is unlocked to incidents represent the arrival of new case. So faucet വഴി വെള്ളം വരുന്നു, അതെന്താണ് new case. The level of water in the tub represent the prevalence of new case of any disease at a point of time. So ഇതിനകത്ത് വെള്ളമുണ്ട്, ഈ വെള്ളം എന്ന് വെച്ചാൽ എന്താണ്, പ്രീവാലൻസ് ആണ്. സോ വെള്ളം ഫോസറ്റിൽ നിന്ന് മേലെ നിന്ന് താഴേക്ക് വരുന്നു, അതിലേക്ക് വന്ന് വീഴുന്നു. ഓക്കെ. ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ഡ്രെയിൻ റെപ്രസെന്റ് മോർട്ടാലിറ്റി. ഇതുവഴി പുറത്തേക്ക് വെള്ളം പോകുന്നത് മരണനിരക്ക്. ഇനി ഇവാപറേറ്റ് ചെയ്യാറുണ്ടല്ലോ, ഇവാപറേറ്റ് ചെയ്യുന്നത് എയ്തർ ക്യൂർ ഓർ നാച്ചുറൽ പ്രോഗ്രഷൻ ടു റിക്കവറി. ചില ആൾക്കാർ നാച്ചുറലി കോവിഡ് വന്നവർക്ക് വന്നോന്നും അറിയില്ല, പോയോന്നും അറിയില്ല, ഒന്നും അറിയില്ല, ആ ഒരു ടീമാണ് ഈ ഒരു ഇവാപറേഷൻ കേട്ടോ. എളുപ്പമാണ്, ഒന്നുമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി മെഷർ ഓഫ് അസോസിയേഷൻ. മെഷർ യൂസ് ടു കം വിത്ത് ദ റേറ്റ് ഓഫ് ദ പെർട്ടിക്കുലർ ഡിസീസ് എക്സ്പീരിയൻസ് ബൈ പീപ്പിൾ ഹു ഹാവ് ബീൻ എക്സ്പോസ് ടു എ റിസ്ക് ഫാക്ടർ ഫോർ ദ ഡിസീസ് ആൻഡ് ദോസ് ഹു ഹാവ് നോട്ട്. സോ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാം, മെഷേഴ്സ് യൂസ് ടു കമ്പയർ ദ റേറ്റ് ഓഫ് പെർട്ടിക്കുലർ ഡിസീസ്. പെർട്ടിക്കുലർ ഡിസീസ് എന്താണ്, നമ്മുടെ കോവിഡ് ആണ്. കോവിഡ് നമ്മൾ മെഷർ ചെയ്യാണ്, നമ്മൾ എക്സ്പീരിയൻസ് ബൈ ദ പീപ്പിൾ ഹു ഹാവ് ബീൻ എക്സ്പോസ് ടു എ റിസ്ക് ഫാക്ടർ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ TB വന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്യാൻസർ വന്ന ആൾക്കാർക്ക് കോവിഡ് വരുന്നു, അപ്പം അവർ നമ്മൾ മെഷർ ചെയ്യുവാണ് ഫോർ ദാറ്റ് ഡിസീസ് ആൻഡ് ദോസ് ഹു ഹാവ് നോട്ട്. അപ്പം അവിടെ TBയും ക്യാൻസർ വന്നവർക്കും സാധാരണ ആൾക്കാർ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡിസീസിന് വേണ്ടി മെഷർ ചെയ്യുന്ന രീതിയാണ് മെഷർ ഓഫ് അസോസിയേഷൻ. Measure used to compare the rate of particular disease experienced by people who have been exposed to a risk factor for that disease and those who have not. ബാധിച്ചവരും ബാധിക്കാത്തവരും, വേറെ ഏതെങ്കിലും അസുഖമോ റിസ്ക് ഫാക്ടർ കാരണം ബാധിച്ചവരോ ബാധിക്കാത്തവരും തമ്മിലുള്ള അവരുടെ ഒരു മെഷർമെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, ആ ഡെഫിനേഷനൊക്കെ അതുപോലെ അങ്ങ് പഠിച്ചു പോയാൽ മതി. പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയെങ്കിലും വെക്കാം. സോ അവിടെ എങ്ങനെ അറിയാം, ആബ്സലൂട്ട് റിസ്ക്, റിലേറ്റീവ് റിസ്ക്, ഓഡ്സ് റേഷ്യോ, ആട്രിബ്യൂട്ടബിൾ റിസ്ക് ആൻഡ് പീപ്പിൾ ആട്രിബ്യൂട്ടബിൾ റിസ്ക്. ഇത്രയുമായിട്ടുള്ള മേജർ അസോസിയേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ എറേഴ്സ് ഇൻ എപ്പിഡമോളജി സ്റ്റഡി. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. റാൻഡം എറർ ഉണ്ടാവാറുണ്ട്, ബയാസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവാറുണ്ട്. സോ റാൻഡം എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലക്ച്വേഷൻ ആണ് കേട്ടോ. ലൈക്ക് റാൻഡം എറർ ഇസ് സാറ്റിസ്ഫാക്ഷൻ ഫ്ലക്ച്വേഷൻ ഇൻ മെഷർ ഡേറ്റ ഫ്രം ദ ട്രൂ വാല്യൂ. സോ ഇത് മേ ബി ഡേറ്റ കളക്ഷനിലുണ്ടാകുന്ന തെറ്റ് കാരണമാകാം, ഡേറ്റ എൻട്രി സമയത്തുണ്ടാകുന്ന തെറ്റ് കാരണമാകാം കേട്ടോ. സോ ഈ റാൻഡം എറേഴ്സിലാണ് ബയോളജിക്കൽ വേരിയേഷൻ, സാമ്പിളിംഗ് എറർ, മെഷർമെന്റ് എറർ ഒക്കെ ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇനി സോഴ്സ് ഓഫ് റാൻഡം എറേഴ്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ബയോളജിക്കൽ വേരിയേഷൻ. ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ വേരിയേഷൻസ് കാണിക്കുക, അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് പ്രോപ്പർ ആയില്ല, ഈ സാമ്പിളിങ്സിൽ എറർ കാണിക്കുക, അല്ലെങ്കിൽ മെഷർമെന്റിൽ എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സുകൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. മിനിമൈസിങ് റാൻഡം എറർ. നമുക്ക് റാൻഡം എറർ എങ്ങനെ കുറയ്ക്കാം? സോ ബൈ ഇൻക്രീസ് സൈസ് ഓഫ് ദ സാമ്പിൾ പോപ്പുലേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 4-5 ആൾക്കാർ, അതിൽ 1-2 പേര് ഡീലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം പോപ്പുലേഷൻ കൂട്ടുക. അപ്പോൾ പ്ലാൻ ദ സ്റ്റഡി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ബയാസ് അറിയാലോ, ഏത് പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിലും എവിടെയെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാകാം. അത് അനാലിസിസ് ആയിക്കോട്ടെ, ഇന്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ പബ്ലിക്കേഷൻസിൽ പോലും. അപ്പം എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകുന്ന എററാണ് അല്ലേ. സോ ഇറ്റ് റെഫേഴ്സ് ടു എനി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ആക്ച്വൽ വാല്യൂ ഒബ്റ്റെയിൻ ഇൻ ദ സ്റ്റഡി. സോ എവിടെ വേണമെങ്കിലും ആകാം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദി ആക്ച്വൽ വാല്യൂ ഒബ്റ്റെയിൻ ഇൻ ദ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയിൽ ആക്ച്വൽ വാല്യൂയിലോ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഉണ്ടാകുന്ന ഡിഫറൻസ് തന്നെയാണ്. സോഴ്സ് ഓഫ് ബയസ്, സെലക്ഷൻ ബയസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബയസ് ഉണ്ടാകാം ഡ്യൂ ടു സിസ്റ്റമാറ്റിക് എറർ ആണ്. ഇൻഫർമേഷൻ ബയസ്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫോൾട്ടി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറർ ഇസ് ദ മെഷർമെന്റ് ഓഫ് ദി ഇൻഫർമേഷൻ. നമുക്ക് എത്ര ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷനിൽ ബയാസ്ഡ് ആയിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റില്ല. റീകോൾ ബയസ്, റോങ് ഇൻഫർമേഷൻ ഇൻ ദ കേസ് കൺട്രോൾ സ്റ്റഡി. നമ്മൾ ചെയ്യുന്ന കേസ് കൺട്രോൾ സ്റ്റഡിയിൽ റോങ് ഇൻഫർമേഷൻസ് ആൻഡ് മിസ്ക്ലാസിഫിക്കേഷൻ. നമുക്ക് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ഐഡന്റിഫിക്കേഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇതൊക്കെ മണ്ണാണ്, ഇതൊക്കെ ചെളിയാണ്, ഇതൊക്കെ വലിയ കല്ലാണ്, എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നമുക്ക് അത് നമ്മുടെ ഉള്ള ഇൻഫർമേഷൻസും ഐഡന്റിഫിക്കേഷൻസും ആണ്. സോ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ നമുക്ക് സിസ്റ്റമാറ്റിക്കലി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല, കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം എല്ലാം അത് പ്രശ്നം തന്നെയാണ്. പറയാവുന്ന കോ ഫൗണ്ടിങ് ആണ്. ഇറ്റ് ഈസ് ദ തേർഡ് ഫാക്ടർ ദാറ്റ് മാസ്ക് ദ അസോസിയേഷൻ ബിറ്റ്വീൻ എക്സ്പോഷർ ആൻഡ് ഔട്ട്കം. അതായത് ഒരു തേർഡ് ഫാക്ടറാണ്, അതായത് ബേസിക്കലി നമുക്ക് എക്സ്പോഷറും ഔട്ട്കമ്മിനെ മാസ്ക് ചെയ്യുന്ന ഒരു തേർഡ് ഫാക്ടർ. സോ ഇന്റർവ്യൂ ബയാസ് ഉണ്ട്, ഡിസൈൻ ബയാസ് ഉണ്ട്, സാമ്പിളിംഗ് ബയാസ് ഉണ്ട്, സെൽഫ് സെലക്ഷൻ ബയാസ് ഉണ്ട്, ആൻഡ് ബെർഗ്സൺസ് ബയാസ് ഉണ്ട്. സോ ബയാസുകൾ എങ്ങനെയൊക്കെയാണ്? നമുക്ക് ഇവാലുവേഷൻ സമയത്ത് ബയാസ് ഉണ്ടാകാം, ഒബ്സർവറിന് ബയാസ് ഉണ്ടാകാം, ഈവൻ സബ്ജക്റ്റിൽ പോലും ബയാസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ബയാസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഈ ഇവാലുവേഷൻ സമയത്ത് ഒരുപാട് ബയാസുകൾ ഉണ്ടാവാറുണ്ട്. ചുമ്മാ എഴുതി വെക്കുക കേട്ടോ, ഡിഗ്രിക്കാരൊക്കെ എഴുതി വെക്കുക. സോ അവിടെ നമുക്ക് എളുപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് കോ ഫൗണ്ടിങ്. സോ കോ ഫൗണ്ടിങ് പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, തേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതവിടെ മാസ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ അഫക്റ്റ് റിലേഷൻഷിപ്പ് വിത്തിൻ 2 വേരിയബിൾസ്. സോ ഇവിടെ നമുക്ക് 2 വേരിയബിൾ ഉണ്ട്. ഇവിടെ ചായ, ഇവിടെ ഹാർട്ട് ഡിസീസ്. ചായ കുടിക്കുന്നത് കാരണം ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നു എന്ന് പറയുവാണ്. പക്ഷേ ഇവിടെ സ്മോക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചായ എന്ന് പറയുന്നത് എന്താണ്? അവിടെ മാസ്ക് ആവുകയാണ്. അതായത് ഇപ്പം ഞാൻ ചിന്തിക്കുവാണ്, ചായ കുടിച്ചൊന്നും ഉണ്ടാവത്തില്ല, സ്റ്റഡീസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് പുക വലിക്കുന്ന കാരണമാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന പോലെ. സോ ഇറ്റ്സ് എ വേരിയബിൾ അസോസിയേറ്റ് വിത്ത് ബോത്ത് ഡിസീസ് ആൻഡ് എക്സ്പോഷർ ആൻഡ് ഇസ് ഡിസ്ട്രിബ്യൂട്ട് അൺഈക്വലി എമംഗ് സ്റ്റഡി ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസ്റ്റോറിംഗ് ദ സ്റ്റഡി റിസൾട്ട്. സോ സ്റ്റഡി റിസൾട്ടിനെ കൂടുതലായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സിമ്പിൾ ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ റിസൾട്ട് അതുപോലെ അങ്ങ് പഠിക്കുക, ആ ഡെഫിനേഷൻ എന്താണോ തന്നേക്കണം അതുപോലെ അങ്ങ് പഠിക്കുക, എന്നിട്ട് അതുപോലെ തന്നെ അങ്ങ് എഴുതുക എന്നുള്ളതാണ്. സോ കോമൺ ആയിട്ടുള്ള കോ ഫൗണ്ടേഴ്സ്, ഏജ്, സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഒക്കെയാണ്. എ സ്റ്റഡി ഫൗണ്ട് ദാറ്റ് ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ലങ് ക്യാൻസർ ബട്ട് സ്മോക്കിംഗ് മേ ഹാവ് കോ ഫൗണ്ട്. കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ. സോ കൺട്രോളിംഗ് ഓഫ് കോ ഫൗണ്ടിങ് എന്തോ കൺട്രോൾ ചെയ്യാറുണ്ട്. സ്റ്റഡി ഡിസൈനിലും അനാലിസിസ് സ്റ്റേജിലും കൺട്രോൾ ചെയ്യാറുണ്ട്. സോ കോ ഫൗണ്ടിങ് അറ്റ് ദ സ്റ്റഡി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ റാൻഡമൈസേഷൻ, റെസ്ട്രിക്ഷൻ, മാച്ചിങ് ആണ്. ഇനി ഇവിടെ ആണെങ്കിലോ സ്ട്രാറ്റിഫിക്കേഷൻ, മൾട്ടി വേരിയബിൾ അനാലിസിസ്, സ്റ്റാൻഡേർഡൈസേഷൻ, റെസിഡ്യൂൽ കോ ഫൗണ്ടിങ്, അങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് കാണാതെ പഠിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. നെക്സ്റ്റ് വൺ ഈസ് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ബിലീവബിലിറ്റി ഓഫ് എ റിസർച്ച്. നമുക്കത് ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്കത് ബിലീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ടൈപ്പ് ഓഫ് വാലിഡിറ്റിനെ കൺസ്ട്രക്ട് വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി, ക്രൈറ്റീഷ്യൻ വാലിഡിറ്റി, അങ്ങനെയാണ് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതൊക്കെ പഠിച്ചേ പറ്റൂ കേട്ടോ. ഞാൻ ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ളത് ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാനൊക്കെ ഒക്കും കേട്ടോ. ഈ ഷോർട്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു വഴിയും ഇല്ല, ഒരു രക്ഷയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ഇവിടെ തന്നെ കൺസ്ട്രക്ട് വാലിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ടു എസ്റ്റാബ്ലിഷിംഗ് ദ ഓവറോൾ വാലിഡിറ്റി ഓഫ് എ മെത്തേഡ്. നമ്മൾ ഒരു ഓവറോൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറയുന്ന രീതിയാണ്. മെഷറിംഗ് ഹ്യൂമൻ ഇന്റലിജൻസ്, ഇമോഷൻ ലെവൽ, ഇതുപോലെയൊക്കെ. ഇനി കണ്ടന്റ് വാലിഡിറ്റി നമ്മൾ പറയുന്ന പോലെ തന്നെ അതിനകത്ത് തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് അല്ലെങ്കിൽ ഫാക്ട്സ് ഓഫ് എ കൺസെപ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഒരു എഡ്യൂക്കേഷൻ ടെസ്റ്റ് നടത്തിയതിനു ശേഷം അതിനെപ്പറ്റി ചോദിക്കാതെ അതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ കണ്ടന്റ് വാലിഡിറ്റി. സോ ബേസിക് ആയിട്ട് എന്താണ്, നമുക്ക് ആ ഒരു കണ്ടന്റ് എന്താണോ കണ്ടന്റ് അത് തന്നെയാണ് നമുക്ക് വാലിഡിറ്റി ചെയ്യേണ്ടത് അല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് ഫേസ് വാലിഡിറ്റി. ഇവിടെ എന്ന് വെച്ചാൽ വെൻ സംതിങ് അപ്പിയർസ് ടു ബി വാലിഡ്, എപ്പോഴാണ് വാലിഡ് ആയിട്ട് കാണുന്നത്. ഇപ്പൊ എക്സാമ്പിൾ അവൻ നാളെ വന്നിട്ട് വന്നു എന്ന് പറയാം എന്ന് പറയുന്ന പോലെ. ഇനി എന്താണ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി. ഇവിടെ എന്ന് വെച്ചാൽ IQ ടെസ്റ്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. IQ ടെസ്റ്റും കുട്ടികളുടെ പെർഫോമൻസും വെച്ച് നോക്കുവാണ്. നല്ല IQ ഉള്ള കുട്ടികൾ ഉറപ്പായിട്ടും നല്ലപോലെ പെർഫോം ചെയ്യും അതുപോലെ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാലിഡിറ്റിയും റിലയബിലിറ്റിയും തമ്മിൽ മാറി മാറി ചോദിക്കാം. റിലയബിലിറ്റി വെച്ചാണ് മെഷറാണ്, കൺസിസ്റ്റൻസി അറിയുന്നതാണ്. അവിടെ ഇന്റർണൽ കൺസിസ്റ്റൻസി, ടെസ്റ്റ് റിലേറ്റഡ്, ഇൻട്രാ റേറ്റഡ് ആൻഡ് ഇന്റർ റേറ്റഡ്. സോ ഇന്റർണൽ കൺസിസ്റ്റൻസി എന്താണ്? ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് മൾട്ടിപ്പിൾ ഐറ്റം വിത്തിൻ ആൻ ഔട്ട്കം മെഷർ റിഫർ ദ സെയിം കൺസ്ട്രക്ഷൻ. അകത്ത് തന്നെ നോക്കുവാണ് ചെയ്യേണ്ടാവുക. അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഐറ്റം വിത്ത് ആൻ ഔട്ട്കം മെഷർ റിഫർ ദ സെയിം കൺസ്ട്രക്ട്. ഒരു കാര്യം കിട്ടാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഔട്ട്കം സെയിം തന്നെയാണ്, അതുമായി മെഷർ ചെയ്യുന്ന ഔട്ട്കം മൾട്ടിപ്പിൾ ഐറ്റംസിൽ നിന്ന് അതെങ്ങനെയാണ് വരുന്നു എന്ന് പറയുന്ന പോലെ. ഇനി ടെസ്റ്റ് റേറ്റഡ്, അതായത് എസ്റ്റാബ്ലിഷ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ആൻ ഔട്ട്കം മെഷർ ഗീവ്സ് ദ സെയിം റിസൾട്ട് വെൻ റിപ്പീറ്റ്ലി അപ്ലൈ. നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഔട്ട്കം സെയിം ആയിരിക്കും. മറ്റേത് മൾട്ടിപ്പിൾ ഐറ്റം ആൻഡ് ഔട്ട്കം ആണ് നോക്കുന്നത്. ഇനി ഇൻട്രാ റേറ്റഡ് ആണെങ്കിലോ റെഫേഴ്സ് ടു ദ കൺസിസ്റ്റൻസി വിച്ച് ആൻ ഔട്ട്കം മെഷർ produces the same score
ബൈ യൂസിങ് സെയിം തെറാപ്പിസ്റ്റ് ഓർ സെയിം പേഷ്യൻറ്റ്. ഒരാൾക്ക് ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേഷ്യൻസിന് ഡിഫറെൻറ്റ് തെറാപ്പിസ്റ്റുകൾ, അത് എല്ലാ തെറാപ്പിസ്റ്റുകളെ നമ്മൾ വെച്ചിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ ഡിഫറെൻറ്റ് പേഷ്യൻസ് ഡിഫറെൻറ്റ് തെറാപ്പിസ്റ്റ്, കിട്ടുന്ന ഔട്ട്കം ഡിഫറെൻ്റ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി നോക്കുന്നത് എങ്ങനെയാണ്? മെഷർ പ്രൊഡ്യൂസ് ദ സെയിം സ്കോർ വെൻ യൂസ്ഡ് ബൈ സെയിം തെറാപ്പിസ്റ്റ് ഓൺ ദ സെയിം പേഷ്യൻറ്റ് സെയിം തെറാപ്പിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരുന്ന ഔട്ട്കം? സെയിം ആണോ ഇല്ലയോ നോക്കുന്നു. ഇനി ഇന്റർ റേറ്റർ റിലയബിലിറ്റി റെഫേഴ്സ് ടു കൺസിസ്റ്റൻസി വിച്ച് ഡിഫറെൻറ്റ് റേറ്റേഴ്സ് പ്രൊഡ്യൂസ് ദ സെയിം സ്കോർ ഫോർ ദ സെയിം പേഷ്യൻറ്റ്. ഇവിടെ ഡിഫറെൻറ്റ് റേറ്റേഴ്സ് ഒരു സെയിം പേഷ്യൻറ്റിന് എങ്ങനെ സ്കോർ ചെയ്യുന്നു. അപ്പം ഡിഫറെൻറ്റ് പേഴ്സൺ സെയിം സ്കോർ, അത് ഇന്റർ റേറ്റഡ്. ഇനി ഇന്റർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സെയിം സ്കോർ വെൻ യൂസ് ദ സെയിം തെറാപ്പിസ്റ്റ്. ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോരുത്. സിമ്പിൾ ചാപ്റ്ററാണ്, അധികമൊന്നുമില്ല. ലാസ്റ്റ് തമ്മിൽ കൺഫ്യൂഷൻ വരുള്ളൂ, അല്ലാതെ വേറൊരു കൺഫ്യൂഷൻ വരാൻ എനിക്ക് ചാൻസ് തോന്നുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇല്ലെങ്കിൽ പണി കിട്ടും മക്കളെ എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് വായിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.